നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വൈദിക സംസ്കാരത്തിൽ നിന്ന് ആവിർഭവിച്ച ഉത്കൃഷ്ടവും ഊർജ്ജസ്വലവുമായ ഭാവാവിഷ്കരണമാണ് ഭാരതീയ കലകൾ. അങ്ങനെയുള്ള കലകളിൽ വെച്ച് ഭാരതത്തെ ലോകഭൂപടത്തിലെത്തിച്ച കലയാണ് കഥകളി. അതിന്റെ ഈറ്റില്ലമാകട്ടെ കൊട്ടാരക്കരയും. അതിനു ബീജപാപം ചെയ്ത അനശ്വരനായ കൊട്ടാരക്കര തമ്പുരാന്റെ വീരധീര സ്മരണാർത്ഥം രൂപം കൊണ്ട കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം ഇത്തവണ ഫെബ്രുവരി 10-11 തീയതികളിൽ അതിന്റെ 22ാം വാർഷികം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിക്കപ്പെടുന്നു. കാലാകാലങ്ങളിൽ ഭരണനിർവഹണം നടത്തുന്ന ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും സഹായ സഹകരണങ്ങൾ ഈ പ്രസ്താവനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം സഹൃദയരായ കലാസ്നേഹികളും. 2 രാപ്പകലുകളെ പ്രജ്വലിപ്പിച്ചുകൊണ്ട് കലാമണ്ഡലത്തിലെ ചുണക്കുട്ടികൾ അവതരിപ്പിക്കുന്ന ദൃശ്യവിസ്മയ കാഴ്ചകളും അരങ്ങേറുന്നതാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 4 മണിക്ക് വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഭാരവാഹികളും പങ്കെടുക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തുകയുണ്ടായി. എൻ്റെ പേര് സി മുരളീധരൻ പിള്ള. ഞാൻ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. 2002 മുതൽ പ്രവർത്തനം ആരംഭിച്ച കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം ഇന്ന് അതിൻ്റെ 22ാമത് വാർഷികം വളരെ ആഘോഷം ഇന്നും നാളെയുമായിട്ടൂടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. രാപകലില്ലാതെ 2 ദിവസവും രാവിലെ മുതൽ രാത്രി വരെ 2 ദിവസവും കുട്ടികളുടെ പല വിധത്തിലുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഏതാണ്ട് 300-ലധികം കുട്ടികൾ അഭ്യസിക്കുന്ന ഈ സ്ഥാപനം 25ഓളം ക്ഷേത്രകലകളാണ് ഇവിടെ പഠിപ്പിച്ചു വരുന്നത്. വളരെ പ്രശസ്തരായ അധ്യാപകരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതായ ഇതിൻ്റെ ചെയർമാൻ ശ്രീ ഹരികുമാർ സാറും, അതേപോലെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ, മറ്റേ ഇതിൻ്റെ പ്രധാന ജനറൽ കൺവീനറായ ശ്രീ അനിൽകുമാർ സാർ, അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറാണ്. തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ 22 വർഷമായി വളരെ ഗംഭീരമായി തന്നെ നടത്തിക്കൊണ്ട് വരികയാണ്. എന്നാൽ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആകെ ഈ കൊട്ടാരക്കരയിൽ ഒരു പ്രസ്ഥാനം മാത്രമേ ഇത്തരം കല അഭ്യസിക്കുന്നതിനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇതിൻ്റെ ചുറ്റുപാടും ഏതാണ്ട് 15ഓളം ഇതുപോലെ കലാക്ഷേത്രങ്ങൾ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും കൊട്ടാരക്കര തമ്പുരാൻ കഥകളി കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ചാരിതാർത്ഥത്തോടെ പറയാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ പേര് ബി അനിൽകുമാർ. ഞാൻ ഡെപ്യൂട്ടി കളക്ടർ കൂടിയാണ്. ഈ കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിൻ്റെ കൺവീനറാണ്. അപ്പം നമുക്കറിയാം, 2 ദിവസം ഇന്നും നാളെയും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ ഒരു മഹോത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കീബോർഡ് നടക്കുകയാണ്. ഇന്ന് 4:30 മുതൽ വമ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. ബാൻഡ് മേളം, കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ഗംഭീരമായ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ രാത്രിയിലെ നൃത്തോത്സവത്തിന് ഇവിടെ വന്നാലറിയാം, ഈ ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ് ഇവിടെ മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയായിരിക്കും. ജനസഞ്ചയം കൊണ്ട് നിബിഡമായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. അത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത്. അവർ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ കല ജീവിതം തന്നെയാണ്. അത് നെഞ്ചിലേറ്റിയവരാണ് ഇവിടുത്തെ അധ്യാപകരും. അതുപോലെ ഇവിടെ പഠിക്കുന്ന 300-ലധികം വരുന്ന കുഞ്ഞുങ്ങളും ഇതിലെ ഭാഗവാക്കുകളാവുകയാണ്. കൊട്ടാരക്കര തമ്പുരാൻ കഥകളി കലാകേന്ദ്രത്തിൻ്റെ കലാമണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഫെബ്രുവരിയിലെ 2ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു ഉത്സവമാണ് അതിൻ്റെ വാർഷികം. ഈ 22ാം വാർഷികത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സന്താനഗോപാലം എന്ന കഥകളിയാണ്. ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് ഈ വിദ്യാലയത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ ഇത്ര ഭംഗിയായി കഥകളി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഈ കഥകളി കണ്ടു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അത്ഭുതപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ വിജയേഷൻ ഉണ്ണിത്താൻ്റെ ശിക്ഷണത്തിൽ ഉന്നത നിലവാരത്തുള്ള കഥകളിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കഥകളി ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥകളി കലാമണ്ഡലത്തിൻ്റെ ട്രഷറായ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ മോഹനപിള്ള. ഞാൻ ഹരികുമാർ, കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക
കഥകളി കലാമണ്ഡലത്തിൻ്റെ ചെയർമാനാണ്. ശ്രീ ശങ്കരൻ തൊള്ളാർകുഴി, മയ്യനാട് കേശവൻ നമ്പൂതിരി അവരുടെ ഭാവനയിൽ ഉടലെടുത്ത ഈ സ്ഥാപനം 22ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, കഥകളിയുടെ രംഗത്ത് കൊട്ടാരക്കരയിൽ കുറേ കുരുന്നുകളെ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രുക്മാംഗ ചരിതം, നളചരിതം, അതുപോലെ ഇന്ന് കുചേലവൃത്തം തുടങ്ങി കുട്ടികളുടെ കഥകളിയുടെ ഒരു ട്രൂപ്പ് തന്നെ നമുക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതൊരു അഭിമാനമാണ്. എല്ലാ വർഷവും കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം കഥകളി രംഗത്തെ പ്രതിഭകളെ ആദരിക്കാറുണ്ട്. ഇപ്രാവശ്യം തമ്പുരാൻ സ്മാരക പുരസ്കാരം ഞങ്ങൾ നൽകി ആദരിക്കുന്നത് ശ്രീ മാർഗി വേണുഗോപാൽ. ഏതാണ്ട് 40 ദശാബ്ദത്തോളം ചെണ്ടയിൽ പ്രാഗൽഭ്യം നേടിയ അദ്ദേഹത്തെ അഭിമാനത്തോടെ ആദരിക്കുന്നു. അതോടെ ശ്രീ ശങ്കരൻ തൊള്ളാർകുഴി സ്മാരക എൻഡോമെൻ്റ് മികച്ച ഭാവി വാഗ്ദാനമായി മാറാൻ സാധ്യതയുള്ള കൊട്ടാരക്കര ശ്രീ അഭിജിത്ത് എസ് പിള്ളയ്ക്കും നൽകുന്നു. കുടവട്ടൂർ വിശ്വൻ കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയാണ്. നിങ്ങൾക്കറിയാം, 100 കണക്കിന് ജേതാക്കളുടെ മനസ്സുകളിൽ ഒളിമിന്നുന്നൊരു നാമധേയമാണ് കൊട്ടാരക്കര തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകമെമ്പാടും എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ കഥകളി കലാമണ്ഡലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 22 വർഷമായി കഥകളിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതോട് അനുബന്ധിച്ചുള്ള കലാരൂപങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സംഘം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊള്ളാർകുഴി ശങ്കരൻ, മയ്യനാട് കേശവൻ നമ്പൂതിരി, ഇപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ കൂടിയായ ശ്രീ പി ഹരികുമാർ, ഇവരുടെ സൗഹൃദ സംഭാഷണത്തിൽ തുടങ്ങിയ ഒരു കാര്യമാണ് ഇന്നീ മഹത്തായ പ്രസ്ഥാനത്തിൽ എൻ്റെ ലോകമറിയുന്ന രീതിയിലേക്ക് തമ്പുരാനെ അറിയുന്നത് പോലെ തന്നെ ഈ പ്രസ്ഥാനവും അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞങ്ങൾക്ക് വളരെ അഭിമാനപരമായ നേട്ടമാണ്. യുവജനോത്സവ വേദികളിലൊക്കെ ഈ കഴിഞ്ഞ കൊല്ലത്ത് നടന്ന വേദികളിലും ഞങ്ങളുടെ കുട്ടികൾ നല്ല വിജയമാണ് കൈവരിച്ചത്. ആ കുട്ടികൾ എവിടെയാണ് പഠിച്ചത് എന്നുള്ളത് സദസ്സിലുള്ള ആളുകൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ പ്രസ്ഥാനം ഉച്ചൈസ്തരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ അഭിമാനകരമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക ഭൂപടത്തിൽ കൊട്ടാരക്കരയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് കഥകളിയുടെ പേരിലാണ്. വിശ്വോത്തര കലയായ കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ്റെ പേരിൽ 2002 ജനുവരിയിൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ് കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം. ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, അഡ്വക്കേറ്റ് എൻ സതീഷ് ചന്ദ്രൻ. ഇന്നും നാളെയുമായി ഫെബ്രുവരി 10ഉം 11ഉമായി 2 ദിവസം എന്ന് പറയുമ്പോൾ 2 പകലും 2 രാത്രിയും ആണ് 100-200 കുട്ടികൾ വേദിയിൽ വിവിധ കലകൾ അവതരിപ്പിക്കുന്നത്. ഇതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാ വർഷവും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് രക്ഷാകർത്താക്കൾ ആഗ്രഹിക്കുമ്പോൾ അതിനൊരവസരം ഒരുക്കി തരുന്നത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തികച്ചും സൗജന്യമായിട്ടാണ് ബോർഡ് ഈ 2 ദിവസത്തേക്ക് ക്ഷേത്ര ഓഡിറ്റോറിയം ഈ സംഘടനയ്ക്ക് വിട്ടു നൽകുന്നത് എന്നുള്ളത് ഞങ്ങൾക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു സംഗതി കൂടിയാണ്. അതേപോലെ ക്ഷേത്ര ഉപദേശക സമിതി എന്ത് സഹായത്തിനും ഗണപതി ക്ഷേത്ര ഉപദേശക സമിതി ഈ സ്ഥാപനത്തോടൊപ്പം തോൾ ചേർന്ന് നിന്ന് ആണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നത്. അതും ഈ അവസരത്തിൽ മറക്കാൻ പറ്റില്ല. കഥകളിയുടെ തന്നെ പ്രൊഫഷണൽ ട്രൂപ്പ് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇതിനകം പാകപ്പെടുത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിന്
കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമായി ഞങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ കൂടി വേണ്ടുന്ന പ്രോത്സാഹനം തന്നാൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ മുഴുക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കഥകളി കലാമണ്ഡലം. എങ്കിലും കൂടുതൽ ദേശീയ തലത്തിലേക്ക് ഉയരാൻ വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുള്ളൂ.